മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു റിവ്യൂ ആണ് ഒരു സ്റ്റോറിയാണ് നമ്മുടെ വേണുവിനെ വന്ന് അറസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ നന്ദു. വേണുവിനെയും അതുപോലെ തന്നെ അവൻ്റെ ഭാര്യനെയും അതുപോലെ അനാമികനെയും കൂടി നന്ദു അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച കാണാനാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നത്. ഇതുവരേക്കും കാണിച്ച എല്ലാ ഫ്രോഡ് പണികളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നന്ദു കണ്ടുപിടിക്കണമെന്നുള്ള നമ്മുടെ ആഗ്രഹം ഉണ്ടല്ലോ. അങ്ങനെ നന്ദു ആദ്യമായി ചെയ്യുന്ന ജോലി തന്നെ വേണുവിനെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യാനുള്ള പണികളാണ്. ആ മാല അതെവിടെ പോയി എന്ന് അറിയണമെന്ന് നന്ദുവിന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഒരു കോൾ ലിസ്റ്റ് പരിശോധിക്കുകയും ആ ഒരു പലിശക്കാരനെ പിടികൂടുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പലിശക്കാരൻ്റെ കയ്യിൽ നിന്നും ആ തൊണ്ടി മുതലായ ആ സ്വർണ്ണമാല നമ്മുടെ നന്ദു വീണ്ടെടുക്കുന്നുണ്ട്. അങ്ങനെ വേണുവിനെ അവിടെ കൊണ്ട് അറസ്റ്റ് ചെയ്യാണ്. ശേഷം വേണുവിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് നല്ലവണ്ണം ചോദ്യമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. വേണു ആണെങ്കിൽ കൂനിക്കുരുകി നിൽക്കാണ്. എങ്ങനെയെങ്കിലും തന്നെ രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറയുമ്പോഴും താന് ഇതുപോലെ പറയുന്ന കാശ് പലിശയ്ക്ക് മേടിച്ചെന്നും അത് കൊടുക്കാതെ നടക്കാണെന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അയാളുടെ കയ്യിൽ നിന്നും ഞാൻ മാലയും വീണ്ടെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതല്ലേ ആ മാല, ഇതിനകത്ത് മൂർത്തി ജ്വല്ലറിയുടെ സീലുണ്ട്. ഇത് അവിടുത്തെ മുത്തശ്ശിയുടെ പേരിലുള്ള മാലയാണ്. ഇതെല്ലാം തന്നെ എനിക്ക് കിട്ടി എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ഇനി തന്നെ രക്ഷപ്പെടുത്താൻ ആരും വരില്ല. എന്തായാലും ഞാനിത് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. അവിടുന്ന് മോഷണം പോയെന്ന് നിങ്ങൾ പറഞ്ഞ സാധനമല്ലേ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും വേണു പറയാണ് അതിന് ആരും പരാതി ഒന്നുമില്ല ചോദിക്കുമ്പം തന്നിട്ടുണ്ട്. ആ വീട്ടിലുള്ള ആദർശും അയാളുടെ ഭാര്യയായ നയനയും ഈ ഒരു മാലയുടെ പേരിൽ കേസ് തന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. നന്ദമോളെ മോളിതെല്ലാം മനഃപൂർവ്വം ചെയ്യുന്നതിനും ചോദിക്കുമ്പം നന്ദമോളൊന്നും അല്ല, ഞാൻ SI ആണ്, SI നന്ദു. പണ്ട് നിങ്ങൾ ഈ പേരും പറഞ്ഞ് രണ്ടുപേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റിയത് ഓർക്കുന്നുണ്ടോ? അതിന്റെ പേരും പറഞ്ഞ് ആ മൂർത്തി കുടുംബത്തിലുള്ള 2 പെൺകുട്ടികളെ എന്തുമാത്രം ഉപദ്രവിച്ചു. അതൊന്നും അങ്ങനെ എത്ര പെട്ടെന്ന് മറക്കാനൊന്നും സാധിക്കില്ല. അതിന്റെ പേരിൽ തന്നെയാണ് ഞാനിത് ആക്ഷൻ എടുത്തത്. തെറ്റിയത് ആരാണെങ്കിലും പിടിക്കപ്പെടണം. അതിന് ഞാനാണെങ്കിലും. ഞാൻ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ പേരിൽ കൊണ്ട് കേസ് കൊടുക്കാം. ഇത് ഫേക്കായിട്ടുള്ള കേസാണെങ്കിലും നിങ്ങൾക്ക് കേസ് കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. വീണു മിണ്ടാതിരിക്കുമ്പം അപ്പോൾ ഇത് ഫേക്ക് അല്ലല്ലോ, നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ലേ എന്ന് ചോദിക്കാണ്. വേണുനാണെങ്കിലും ആകെപ്പാടെ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. നന്ദു പറയാണ് അന്ന് അവിടെ വെച്ച് എൻ്റെ ചേച്ചിമാരെ നിങ്ങൾ കള്ളിയാക്കി. നിങ്ങൾ കാരണം അവിടുത്തെ ദേവയാനി ആൻറ്റി ആണെങ്കിൽ എൻ്റെ അമ്മയും അച്ഛനെയും എന്നെയൊക്കെ കള്ളന്മാരാക്കി. അതില്ല എന്ന് എനിക്ക് തെളിയിക്കണം. നിങ്ങളാണ് ആ സ്വർണ്ണമാക്കി കൊണ്ടായി അവിടെ കൊടുത്തതെന്നും അവിടുന്ന് മാറ്റിയത് നിങ്ങളാണെന്നും എനിക്ക് അറിയണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവരെയൊക്കെ അറിയിക്കണമെന്ന് പറയാണ്. വേണു പറയുന്നുണ്ട് നന്ദമോളെ എൻ്റെ മോളുടെ ജീവിതം അതില്ലാതാവും. ഓഹോ, അപ്പൊ നിങ്ങളുടെ മോൾക്ക് ജീവിതമൊക്കെ ഉണ്ടല്ലേ? നിങ്ങളുടെ മകൾക്ക് മാത്രമല്ലോ ഇപ്പാന ജീവിതം. എൻ്റെ ചേച്ചിമാരെ രണ്ടും അവരിട്ട് നിങ്ങൾ എന്തൊക്കെ കഷ്ടപ്പെടുത്തി. ആ മാലയുടെ പേരും പറഞ്ഞ് നിങ്ങൾ എന്തൊക്കെ അഭ്യാസങ്ങളെ കാണിച്ചു കൂട്ടിയത്. അതുകൊണ്ടേ ഒരിക്കലും അതൊന്നും ക്ഷമിക്കാനേ ഞാൻ അത്രയ്ക്കും നന്മമരം ഒന്നും അല്ല. ഞാനൊരു പോലീസാ, എൻ്റെ കടമ ഞാൻ നിർവഹിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അനന്തപുരിയിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. അയ്യോ മോളെ, അങ്ങോട്ട് എന്തിനാ പോണത്? പിന്നെ തൊണ്ടി മുതൽ കിട്ടി, അതെവിടെ നിന്നാണോ മോഷ്ടിച്ചത് അവിടെ കൊണ്ടുപോയിട്ട് അതിന് തെളിവെടുപ്പ് നടത്തണ്ടേ? അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആ വീട്ടുകാരെ അറിയിക്കുകയും വേണം. അതൊരു പോലീസ് ഉദ്യോഗസ്ഥ നിലയ്ക്ക് എൻ്റെ ബാധ്യതയാണെന്ന് പറയുമ്പോൾ മോളെ ചതിക്കരുത്. എൻ്റെ മകൾ അവിടെ ഉണ്ട്, മോൾക്ക് അറിയില്ലേ? എനിക്കെല്ലാം അറിയാം. നിങ്ങളുടെ മകള് അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. അനന്തപുരം തറവാട്ടിൽ നിന്നും എനിക്കൊരു കംപ്ലൈന്റ് കിട്ടി. അവിടുന്ന് ഒരു മാല മോഷണം പോയിന്ന്. ആ മാല ഞാൻ കണ്ടെത്തുകയും ചെയ്തു, കള്ളനെ പിടിക്കുകയും ചെയ്തു. തൊണ്ടി മുതലും കിട്ടി. ആ സാധനങ്ങളെ കൊണ്ടുപോയിട്ട് എവിടെയാണോ മോഷണം പോയത് അവിടെ തെളിവെടുപ്പ് നടത്തണം. അത് ഞങ്ങളുടെ നിയമമാണ്. ഞാൻ FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വേണുവിനെയും കണ്ട് നമ്മുടെ നന്ദു ആണെങ്കിൽ നേരെ അനന്തപുരിയിലേക്ക് പോവാണ്. അങ്ങനെ അനന്തപുരിയിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. പോലീസ് ജീപ്പ് കണ്ടപ്പോ തന്നെ ദേവേനി പറയാണ് നന്ദുമോളം തന്നു. നയനമോളെ, നവ്യമോളെ വാ, ഇങ്ങോട്ട് വാ, നന്ദുമോൾ വന്നിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും അനാമിക പറയാണ് എൻ്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തിട്ട് അവള് വല്ല ഷോ കാണിക്കാൻ വരുന്നതായിരിക്കും. ഇന്ന് അവക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴായിരിക്കും അനാമിക ആ ഞെട്ടിപ്പിക്കുന്ന ആ ഒരു കാഴ്ച കാണുന്നത്. വേണുവിന്റെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് നന്ദുവും പോലീസുകാരും വരുന്നത്. വന്ന് കയറിയപാടെ മുത്തച്ഛൻ ചോദിക്കാണ് എന്താ മോളെ, എന്താ കാര്യം? വേണുവിനെ മോളെ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. കാര്യമില്ലാത്ത കാര്യത്തിന് മോൾ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. എന്താ മോളെ പ്രശ്നം എന്ന് ചോദിക്കാണ്.
അത് പിന്നെ മൂച്ച സാറേ, പണ്ട് ഇവിടുന്ന് ഒരു മാല മോഷണം പോയില്ലേ? ഏതാണ്ട് 3-5-6 മാസമായി ഈ അനാമികയുടെ വിവാഹം കഴിഞ്ഞ് വന്ന സമയത്ത്. അന്ന് ഈ ദേവയാനിയമ്മയാണെങ്കിൽ ഇവക്ക് കുറച്ച് സ്വർണം കൊടുത്തിരുന്നല്ലോ. അതിന്ന് 10 പവനോളം വരുന്ന മുത്തശ്ശിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു മാല കാണാതെ പോയി എന്നും പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നല്ലോ. ആ കംപ്ലൈന്റിൽ അന്ന് എന്റെ അമ്മേനെയും എന്റെ അച്ഛനെയൊക്കെയാണ് അന്ന് അറസ്റ്റ് ചെയ്തത്. അന്ന് തൊട്ടെ എന്റെ മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു ആ മാല ആരാണോ അടിച്ചു മാറ്റിയത് പോലീസ് ആയതിനു ശേഷം അയാളെ അറസ്റ്റ് ചെയ്യണമെന്ന്. അങ്ങനെ എന്റെ നയനേച്ചിയും ഇവിടുത്തെ ആദർശേട്ടനും കൂടിയിട്ട് എനിക്കൊരു കംപ്ലൈന്റ് തന്നിരുന്നു, ഒരു റിട്ടേൺ കംപ്ലൈന്റ്. ആ മാല കണ്ടുപിടിച്ച് തരണമെന്ന്. അതുകൊണ്ട് ആ മാല എനിക്ക് കണ്ടുപിടിക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ. ഞാൻ അങ്ങനെ ആ കോൾ ലിസ്റ്റും അങ്ങനെയുള്ള ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പരിശോധിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഈ നിൽക്കുന്ന അനാമികയുടെ അച്ഛനാണ് ആ മാല മോഷ്ടിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഞെട്ടിപ്പോവാണ്. എന്താ മോൾ എന്തൊക്കെയാ പറഞ്ഞു ചോദിക്കണം മുത്തശ്ശി. അതെ മുത്തശ്ശി, ഈ വേണുവെങ്കിലാണ് ഈ മാലയൊക്കെ മോഷ്ടിച്ചത്. അതിനുശേഷം അയാള് അതുകൊണ്ടുപോയി ഈ പലിശക്കാരന് കൊടുക്കുകയും ചെയ്തു. പലിശക്കാരനെ കൂട്ടിക്കൊണ്ടാണ് നന്ദു പോണത്. അപ്പം അയാൾ പറയുന്നുണ്ട്, അതെ അന്ന് ഈ കുട്ടിയുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് കാശില്ലാന്ന് പറഞ്ഞിട്ട് കുറെ പൈസയൊക്കെ ഇയാൾ എൻ്റെ നിന്ന് പലിശക്ക് എടുത്തിരുന്നു. അത് തരാൻ ഒടുക്കം നിവൃത്തിയില്ലാതായപ്പോഴാ ഇതുകൊണ്ടെന്ന് എനിക്ക് തന്നത്. ഈ പെൺകുട്ടിയുടെ അമ്മായിമ്മ എങ്ങാണ്ട് ഗിഫ്റ്റ് കൊടുത്താണെന്ന് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഈ മാല കൊണ്ട് തന്നിട്ടാണ് 1 മാസത്തെ പലിശയിൽ ഇയാൾ ഇളവ് മേടിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വേണുടെ സകലമായ തരികളുകളും അവിടെ പൊളിഞ്ഞു വീഴുന്നുണ്ട്. അപ്പോ ഇത് തന്നെയല്ലേ ആ തൊണ്ടി മുതൽ എന്നും പറഞ്ഞിട്ട് നന്ദു ആണെങ്കിൽ ഈ മാല എടുത്ത് മുത്തശ്ശിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. മുത്തശ്ശിയും മുത്തശ്ശനും ആ മാല നന്നായി നോക്കാണ്. അതേ മോളെ, ഇത് തന്നെയാ മാല എന്ന് പറയാണ്. അപ്പോഴേക്കും അനാമിക ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്നോർത്തോടെ നിൽക്കായിരിക്കും. കള്ളിയെല്ലാം വിളിച്ച് തായല്ലോ, താനൊരു കാശുകാരിയല്ലെന്നും പലിശയ്ക്ക് കടമെടുത്താണ് കല്യാണം നടത്തിയെന്നും ആ മാല മോഷ്ടിച്ചത് തന്റെ അച്ഛനാണെന്നൊക്കെ അറിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ആകെപ്പാടെ ചമ്മി നിൽക്കാണ്. ജാനകി പറയുന്നുണ്ട്, ഇതെല്ലാം ഇവളെ കെട്ടിച്ചവച്ച കേസാ, എന്റെ മരുമകളെ നാണം കെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോഴേക്ക് നന്ദു ചോദിക്കാണ്, ജാനകി ചെറിയമ്മയ്ക്ക് അങ്ങനെയാണ് തോന്നുന്നെങ്കിൽ അങ്ങനെ തന്നെ വെച്ചോ, എനിക്കത് തിരുത്താനൊന്നും താല്പര്യമില്ല. അങ്ങനെ ഇത് കള്ളത്തിലാണെങ്കിൽ ആദ്യം പ്രതികരിക്കേണ്ടത് എനിക്കത് അനാമിക. അവള് കണ്ടോ ഒന്നും മിണ്ടാതെ തലയും കൊണിച്ച് നിൽക്കുന്നത്? അതിൽ തന്നെ മനസ്സിലായല്ലോ എന്താണ് സത്യം എന്നുള്ളത്. അപ്പോഴേക്കും ജാനകി ഒന്നും മിണ്ടാതെ നിൽക്കായിരിക്കും. ഇതൊക്കെ കണ്ട് മാറിയെന്ന് നമ്മുടെ നന്ദുവിന്റെ പെർഫോമൻസ് ഒക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കാണ് നമ്മുടെ ആനി. അവന്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം മാത്രമേ കാണുന്നുള്ളൂ. ഈ സമയത്ത് ആദർശ് പറയാണ്, അല്ല എനിക്കൊരു കാര്യം കൂടി അറിയണം. അന്ന് ഞാൻ തട്ടണടുത്തുനിന്ന് കൃത്യമായി തന്നെ ഈ മാലയും വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാ. അത് പിന്നെ എങ്ങനെ അവിടുന്ന് എവിടുന്ന് അങ്ങനെ മിസ്സായി എന്റെന്ന് എനിക്ക് അറിയണമെന്ന് പറയുന്നുണ്ട്. സത്യം പറയണ എന്നും പറഞ്ഞ് വേണുവിനടുത്ത് പോകുമ്പോഴേക്കും നന്ദു പറയാണ്, അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക വേണമെങ്കിലേ എന്നെ സംഭവിച്ചെന്നേ പറഞ്ഞു കൊടുക്കുന്നത് പറയാണ്. അപ്പോഴേക്കും വേണു പറയുന്നുണ്ട്, മൂർത്തി സാറും മേഡവും അതുപോലെ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഒരബദ്ധം പറ്റിപ്പോയതാ. അന്ന് എനിക്ക് കാശിന് കുറച്ച് ടൈറ്റ് ആയിരുന്നു. മോടെ കല്യാണമൊക്കെ വന്നപ്പോഴേക്കും എന്റെ ബിസിനസ്സിൽ കുറച്ച് ഇടിവ് വന്നു. ആ സമയത്ത് മോളുടെ കല്യാണം ഗംഭീരമായിട്ട് നടത്തണമെന്നോർത്ത് പല സ്ഥലങ്ങളിൽ നിന്നും ഞാൻ കുറെ കാശ് മേടിച്ചിരുന്നു. ഇയാളുടെ നിന്നും കുറെ ക്യാഷൊക്കെ വാങ്ങിച്ചതാ. അങ്ങനെ പലിശ കൊടുക്കാറായപ്പോ ഇയാളിനെ വിളിച്ചപ്പോ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. ആ സമയത്താ മോടെ ആന്റി, അതായത് ദേവയാനി, കുറച്ച് സ്വർണം മോക്ക് കൊടുത്തു എന്ന് പറഞ്ഞത്. അങ്ങനെ ആ സ്വർണം ഇവള് എനിക്ക് തരുമായിരുന്നു കടം വീട്ടാനായിട്ട്. എന്നിട്ട് താൻ അങ്ങനൊന്നുമല്ലല്ലോ ഇവിടെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ് ദേവയാനി. ആ മാല കാണാതെ പോയെന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ എന്റെ മരുമോളെയും അവർ അമ്മയച്ഛനെയൊക്കെ ജയിലിൽ കയറ്റി. എന്റെ പൊന്നു നായനമോളെ എന്നോട് ക്ഷമിക്കണം, നന്ദു ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും വേണു പറയാണ്, അങ്ങനെ ആ മാലയും കൊണ്ട് പോയി ഞാൻ പല വഴിക്കായിട്ടാ മറിച്ചത്. ആ സമയത്താ അത് തട്ടാന്റെ കയ്യിലേക്ക് ചെന്നത്. അങ്ങനെയാ ആദർശ് പിടികൂടുന്നത്. പക്ഷെ അവിടുന്ന് തട്ടാൻ അപ്പോൾ തന്നെ എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെയാ ആദർശ് വരുന്ന വഴിക്ക് ഒരു ബൈക്ക് അപകടം മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ട് ആദർശ് കാറിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അവന്മാരുമായിട്ടൊക്കെ അടിയുണ്ടാക്കുന്നത്. ആ സമയം കൊണ്ട് ഞാൻ അയച്ച ആളുകള് ആദർശിന്റെ ബാഗിൽ നിന്നും ആ ഒറിജിനൽ സ്വർണം മാറ്റിയിട്ട് അവിടെ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് വെച്ചു എന്ന് പറയാണ്. ഇതൊക്കെ കേട്ട് ആകെപ്പാടെ ഞെട്ടി നിൽക്കാണ് കേട്ടോ എല്ലാവരും. അഭി ഓർക്കാണ് ഇവരെന്നെക്കാട്ടിലും ഫ്രോഡാണല്ലോ. ജലജ ഓർക്കുന്നുണ്ട്, അപ്പനും മോളും അമ്മയും എല്ലാവരും കൊള്ളാം. താൻ ഈ ഫ്രോഡുകൾ ജാനകിക്ക് പറ്റിയ അടിയെ ഇത്രയും കാലം എനിക്കും ദേവയാനിക്കും മാത്രമാണ് ചതി പറ്റിയെന്ന് ഓർത്തത്. ഇതിനെക്കാട്ടിലൊക്കെ വലിയ ബോംബാണല്ലോ ജാനകിക്ക് കിട്ടിയത് എന്നോർക്കാണ്. ജാനകി ഇതെല്ലാം കണ്ട് ആകപ്പാടെ വാ പൊളിച്ച് നിൽക്കാണ്. കാരണം തന്റെ മരുമകളും അച്ഛനും ഒക്കെ കൂടിയിട്ട് ഇത്ര വലിയ ഫ്രോഡ് പണിയാണല്ലോ ചെയ്യുന്നത്. അത് ഓർക്കുമ്പം അവർക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാരും കൂടി തന്നെയും കുടുംബത്തെയും ചതിക്കാണെന്നോർത്ത് ആകപ്പാടെ വിഷമിച്ച് എല്ലാവരും മുമ്പിൽ നാണം കെട്ട് തല കുണിച്ച് നിൽക്കാണ്. എന്നിട്ട് നവ്യ പറയാണ്, കണ്ടോ എല്ലാവരും കേട്ടല്ലോ,
അന്ന് എൻ്റെ അമ്മയും അച്ഛനൊക്കെ ആണെന്ന് പറഞ്ഞ് ഇവിടെ എന്തൊക്കെ ഷോ ആയിരുന്നു. അന്നേ ഞാൻ പറഞ്ഞില്ലേ ഇവളായിരിക്കും കള്ളിയെന്ന്. എത്ര തവണ ഞാൻ പറഞ്ഞതാ ഇവള് തന്നെ മാറ്റിയതായിരിക്കുമെന്ന്. അന്ന് ആദർശയുടെ കൊണ്ടുവന്ന മാല കാണിച്ചപ്പോഴും എല്ലാവരും ആദർശേട്ടനെ എന്തൊക്കെ പറഞ്ഞു. ഇപ്പൊ മനസ്സിലായില്ലേ എന്താ സംഭവിച്ചെന്നുള്ളത്. എന്നിട്ട് വേണു പറയാണ് ബാക്കി പറയണമെന്ന് പറയുമ്പോൾ വേണു പറയുന്നുണ്ട് ആ മാല ഞാൻ എന്നിട്ട് ഇയാൾക്ക് കൊണ്ടുപോയി പലിശയ്ക്ക് പകരമായിട്ട് കൊടുത്തു. അതയാൾ മേടിച്ചു വെക്കായിരുന്നു എന്നും പറയുന്നുണ്ട്. മറ്റേയാൾ പറയാണ് അതെ സാർ ഇതൊക്കെയാ സംഭവിച്ചത്. ഇയാൾ വന്നിട്ട് എന്നോട് ഇയാളുടെ മകൾക്ക് കൊടുത്ത ഗിഫ്റ്റ് ആണെന്നും പറഞ്ഞിട്ട് അതുകൊണ്ടൊന്ന് പലിശയായിട്ട് തരുമായിരുന്നു എന്നും പറയാണ്. മുത്തശ്ശൻ ചോദിക്കാണ് ഇത്രയൊക്കെ കടമുണ്ടെങ്കിൽ പിന്നെ താൻ കാശുകാരനാണെന്ന് പറഞ്ഞ് എന്തിനാടോ പെണ്ണിനെ കെട്ടിക്കാൻ പോയെന്ന് ചോദിക്കാണ്. എന്തിനാ കള്ളം പറഞ്ഞ് ചോദിക്കുമ്പോഴേക്കും വേണു പറയാണ് മൂർത്തി സാറേ ഞാനങ്ങനെ ഫ്രോഡൊന്നും അല്ല. എനിക്ക് നല്ല സാമ്പത്തികം ഉണ്ടായിരുന്നു. കല്യാണ സമയത്ത് ബിസിനസ്സിൽ ഒരു പറ്റിപ്പോയത്. ഒരു വമ്പൻ ഇടിവായിരുന്നു. എൻ്റെ ഒരു പാർട്ട്ണർ എന്നെ ചതിച്ചതാ. അതിലെനിക്ക് ഒരുപാട് കാശ് നഷ്ടമുണ്ടായി. അങ്ങനെയാണ് ആ സമയത്ത് ഞാൻ പാപ്പരായി പോയത്. പക്ഷേ എൻ്റെ മോളുടെ കല്യാണമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ഒരേ ഒരു മോളല്ലേ, അവളെ അനന്തപുര തറവാട്ടിലേക്ക് കെട്ടിച്ചയക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തിടണ്ടേ. അവളുടെ അന്തസ്സിന് ചേർന്ന രീതിക്ക് എന്നെ നടത്തണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഇതുവരേക്കും എൻ്റെ ബിസിനസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അതുകൊണ്ടാ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതിനൊക്കെ വേണു കള്ളത്തിന് തന്നെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. മുത്തശ്ശൻ പറയാണ് ഇപ്പൊ അറിഞ്ഞാകെ സത്യമാണെന്ന് ഇനി ആർക്കറിയാം. അപ്പോഴേക്കും നന്ദു പറയാണ് മുത്തശ്ശ ഇത് റിട്ടേൺ കംപ്ലൈന്റ് ആയ സ്ഥിതിക്ക് എനിക്കിത് കോടതിയിൽ ഹാജർ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടെങ്കിൽ തന്നേക്ക് എന്ന് പറയാണ്. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് എന്റെ അച്ഛനെ പോ നീ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണോ? അതെ, പിന്നെ കള്ളന്മാരെ ജയിലിലേ കൊണ്ടുപോകേണ്ടത്, അല്ലാതെ പുറത്തു വിട്ടാലേ ഇനിയും മോഷ്ടിക്കും എന്നും പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വേണുവിനെ കോടതിയിൽ ഹാജരാക്കിയിട്ട് നന്ദു ശിക്ഷയെ വാങ്ങിച്ചു കൊടുക്കാം കേട്ടോ. പക്ഷേ അനാമികയുടെ അച്ഛനാണല്ലോ, അതുകൊണ്ട് തന്നെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് അനാമിക വന്ന മുത്തശ്ശന്റെ കാല് പിടിക്കുന്നുണ്ട്. അച്ഛനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കണമെന്ന് പറഞ്ഞിട്ട് അയാൾ ചെയ്ത് തെറ്റ് അതുപോലെയാണെന്ന് പറയുമ്പം അനാമിക പറയാണ് എന്നോട് ക്ഷമിക്കണം മുത്തശ്ശ, അറിയാതെ സംഭവിച്ചു പോയതാണ്. ജാമ്യത്തിൽ ഇറക്കണമെന്ന് പറയുമ്പോഴേക്കും ജാമ്യത്തിൽ എന്തായാലും അപേക്ഷ കൊടുക്കാമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ് വേണുവിനെക്കാട്ടിലും ആദ്യം ജയിലിലാക്കേണ്ടിരുന്നത് നിന്നെയാണ്. കാരണം ഇതെല്ലാം ചെയ്തതിന്റെ മൂല കാരണവും അതിന്റെയൊക്കെ പ്ലാനിങ്ങും നീയല്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വേണുവിന്റെയും അനാമികയുടെയും അത്രയും നാളം കേട്ടി വെച്ചിരുന്ന എല്ലാ ചീട്ടുകൂട്ടാരങ്ങളും ഒറ്റ സെക്കൻഡോട് തന്നെ പൊളിഞ്ഞ് താഴെ പോവാണ്. എല്ലാവരുടെ മുമ്പിൽ ആകെപ്പാടെ കോനിക്കുരുക്കി നാണം കിട്ടി നിൽക്കാണ് കേട്ടോ അനാമികയും അവളുടെ അച്ഛനും അമ്മയൊക്കെ. ജാനകിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, തന്റെ മകൾ കോടീശ്വരിയാണെന്നും പറഞ്ഞെടുത്ത് തലയെ വെച്ചിരിക്കുകയായിരുന്നല്ലോ. ഇപ്പം എല്ലാ തരത്തിലുള്ള കള്ളത്തരങ്ങളും അറിയാതെ പക്ക ഫ്രോഡ് വീട്ടുകാരാണെന്ന് മനസ്സിലാക്കിയിട്ട് ആകെപ്പാടെ എന്ത് വെച്ചിട്ടുണ്ടെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ് നമ്മുടെ ജാനകി. പക്ഷെ എന്നോട് എനിക്ക് നല്ല സന്തോഷമായി. കാരണം അവൻ ഇത്രയും കാലം ആഗ്രഹിച്ച് വലിയൊരു കേസാണ് നടന്നിരിക്കുന്നത്. അനാമികയുടെയും അവളുടെ വീട്ടുകാരെയും കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കണമെന്ന് നമ്മുടെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, അത് തന്നെ നന്ദു സാധിച്ചെടുത്തു. അതിലവൻ ഒരുപാട് സന്തോഷമുണ്ട്. തന്റെ അച്ഛനമ്മയല്ലേ കള്ളത്തരം കാണിച്ചത്. കള്ളത്തരം കാണിച്ചിട്ട് അതവർ തലയിലിട്ട ആള് തന്നെ ഇപ്പൊ ജയിലിലാവാൻ സന്തോഷത്തിലാണ് നമ്മുടെ നന്ദുവും നവ്യയും നയനയും.